ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്താനൊരുങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന CPO റാങ്ക് ഹോൾഡേഴ്സ്. സോഷ്യൽ മീഡിയയിലൂടെ ആന്റി ഇലക്ഷൻ പ്രചാരണം നടത്തുമെന്നും ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ. തങ്ങളെ പരിഗണിക്കാത്ത ഇടത് സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇലക്ഷൻ പ്രചാരണം നടത്തുമെന്നാണ് CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. കൂടാതെ യുവാക്കളെ വഞ്ചിച്ചവരാണ് ഇടത് സർക്കാരെന്നും ഉദ്യോഗാർത്ഥികളുടെ രൂക്ഷ വിമർശനം. ഇലക്ഷൻ വരികയാണ്, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അറിയിച്ച നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് യുവാക്കളും അവരുടെ കുടുംബവും അവരുടെ ബന്ധുക്കളും അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഉറ്റ സുഹൃത്തുക്കളും ഉണ്ട്. അതെന്തായാലും അവരുടെ വോട്ട് ഒരിക്കലും ഈ ഇടതുപക്ഷ സർക്കാരിന് ഞങ്ങൾ കൊടുക്കില്ല. ഇന്നത്തെ ദിവസം അവസാനിച്ചു കഴിഞ്ഞാൽ ആന്റി ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കും. കഴിഞ്ഞ 61 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സഹന സമരത്തിലായിരുന്നു CPO റാങ്ക് ഹോൾഡേഴ്സ്. എന്നാൽ വിവിധ രീതിയിൽ സമരം നടത്തിയിട്ടും യുവാക്കളെ സർക്കാർ പരിഗണിച്ചില്ല. ആവശ്യങ്ങൾ കേൾക്കാൻ ചെവി കൊടുത്തുമില്ല. നമുക്ക് സ്വപ്നം കാണാനോ പ്രതീക്ഷിക്കാനോ യുവാക്കൾക്ക് ഒരർഹത അവകാശമില്ലാത്ത നാടായത്. ഇവരൊന്നും കേൾക്കാത്ത, നമ്മളെ ഒന്നും പരിഗണിക്കാത്ത, നമുക്ക് എന്താണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് എന്നൊന്നും ഇവിടെ ഇറങ്ങി ഒന്ന് ചോദിക്കാത്ത ഈ ഭരണകൂടം എങ്ങനെയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത്? എന്ത് പ്രതീക്ഷയാണ് നമ്മൾ വയ്ക്കേണ്ടത്? യുവാക്കളെ പറഞ്ഞു പറ്റിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ഉദ്യോഗാർത്ഥികൾ വിമർശിച്ചു. 11:59 വരെ ഞാൻ പ്രതീക്ഷിക്കും. കാരണം ഞാൻ 5 കൊല്ലം കഷ്ടപ്പെട്ടതാണ്. 5 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത്. പക്ഷെ ആരടുത്തും ഞങ്ങളത് പലരൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളങ്ങനെ കുറേ പേര് കാണിച്ചിട്ടില്ല. എപ്പോഴും ദൈവം സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിയമ നടപടി ഉൾപ്പെടെ തുടരുന്ന ഇവർ ഭാവി സമര പരിപാടികൾ ഉടൻ തീരുമാനിക്കും. ജനം, തിരുവനന്തപുരം.